നമസ്കാരം. ഇറാനെ തകർത്തു തരിപ്പണമാക്കാമെന്ന സാമ്രാജ്യത്വ മോഹങ്ങളുടെ നെഞ്ചിലേക്ക് ചവിട്ടിക്കയറി യുദ്ധത്തിന്റെ കനൽ വഴികളെ തങ്ങളുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ സുവർണ അവസരമാക്കി മാറ്റുകയായിരുന്നു ഇറാൻ. ശത്രുവിന്റെ മിസൈലുകളും ബോംബുകളും ആകാശത്തു നിന്ന് പെയ്തിറങ്ങുമ്പോൾ ബങ്കറുകൾക്കുള്ളിലിരുന്ന് ഭയപ്പെടുകയല്ല, മറിച്ച് ശത്രുവിന്റെ ചിറകരിയുന്ന മാരകമായ ഡ്രോണുകളും ഒപ്റ്റിമൈസ് ചെയ്ത മിസൈലുകളും നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു ഇറാൻ. യുദ്ധക്കളത്തെ തന്നെ ആയുധ പരീക്ഷണശാലകളാക്കി മാറ്റി. തങ്ങളുടെ പുതിയ തലമുറ പോർ വിമാനങ്ങളും ഡ്രോണുകളും പരീക്ഷിച്ച് വിജയിച്ച ഇറാന്റെ ഈ അവിശ്വസനീയമായ കുതിപ്പ് ആഗോള സൈനിക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു മാസ് അധ്യായമാണ്. ഏതൊരു സാധാരണ രാജ്യവും യുദ്ധമുണ്ടാകുമ്പോൾ നിലവിലുള്ള ആയുധങ്ങൾ നിലനിർത്താനും പ്രതിരോധിക്കാനും മാത്രമാണ് ശ്രമിക്കുക. എന്നാൽ ഇറാൻ ആകട്ടെ, അല്ലെങ്കിൽ ഇറാൻ സൈന്യമാകട്ടെ, യുദ്ധക്കളത്തെ ഒരേ സമയം തങ്ങളുടെ പരമാധികാര സംരക്ഷണത്തിനായും പുതിയ ആയുധങ്ങളുടെ പരീക്ഷണശാലയായി ഉപയോഗിച്ചു. അവിടെയാണ് ബുദ്ധി പ്രയോഗിച്ചത്. ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിയ വ്യക്തമാക്കിയതുപോലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസാന നാളുകളിൽ ഇറാനിയൻ സായുധ സേന തികച്ചും പുതിയതും മുൻ തലമുറയേക്കാൾ സങ്കീർണവുമായ ഡ്രോണുകളെയാണ് യുദ്ധരംഗത്ത് വിന്യസിച്ചത്. മുമ്പ് തന്നെ ഗവേഷണ ഘട്ടത്തിലായിരുന്നു ഈ ഡ്രോണുകളുടെ നിർമ്മാണം. യുദ്ധത്തിനിടയിലാകട്ടെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൂടി അതിവേഗം പൂർത്തിയാക്കുകയും നേരിട്ട് യുദ്ധസേവനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇറാന്റെ ആയുധ ശേഖരത്തിൽ നിലവിൽ തന്നെയുള്ള അരാഷ് 2 പോലുള്ള ഡ്രോണുകൾ കൃത്യത കൊണ്ടും ദൂരപരിധി കൊണ്ടും ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നവയാണ്. എന്നാൽ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാകട്ടെ ഇറാൻ പുറത്തിറക്കിയ പുതിയ ഡ്രോണുകൾ ഇതിനേക്കാൾ എത്രയോ മടങ്ങ് സങ്കീർണവും ആധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു കടക്കാൻ ശേഷിയുള്ളതുമാണെന്ന് സൈനിക വക്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പുതിയ ആയുധങ്ങളുടെ കൃത്യമായ വിവരങ്ങളും അവയുടെ വിസ്മയിപ്പിക്കുന്ന കഴിവുകളും ഉടൻ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡ്രോണുകൾക്ക് പുറമെ സാധാരണ സൈന്യവും IRGCയും ഉപയോഗിക്കുന്ന മിസൈലുകളെ യുദ്ധകാലത്ത് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാനും അവയുടെ പ്രഹരശേഷിയും കൃത്യതയും വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുവാനും ഇറാനെ കൊണ്ട് കഴിഞ്ഞു. യുദ്ധം അവസാനിച്ചു എങ്കിലും സാമ്രാജ്യത്വ ശക്തികളുടെ വാഗ്ദാന ലംഘനങ്ങളെ ഇറാൻ ഇപ്പോഴും കടുത്ത ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഒപ്പുവെച്ച ധാരണാപത്രങ്ങൾ ലംഘിക്കുന്നത് ചരിത്രത്തിലെ പുതിയ കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പുതിയ സംഭവമല്ല. അതുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് നൽകിയ മുന്നറിയിപ്പ് അതീവ ഗൗരവമുള്ളതാകുന്നത്. യുദ്ധക്കളത്തെ തന്നെ ആയുധ പരീക്ഷണശാലയാക്കി മാറ്റുകയും തങ്ങളുടെ പുതിയ തലമുറ പോർ വിമാനങ്ങളും ഡ്രോണുകളും പരീക്ഷിച്ച് വിജയിച്ച ഇറാന്റെ ഈ അവിശ്വസനീയമായ കുതിപ്പ് ആഗോള സൈനിക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു മാസ് അധ്യായമാണ്. എന്തായാലും ഏതൊരു സാധാരണ രാജ്യവും യുദ്ധം ഉണ്ടാകുമ്പോൾ നിലവിലുള്ള ആയുധങ്ങൾ നിലനിർത്താനും പ്രതിരോധിക്കാനും മാത്രമാണ് ശ്രമിക്കുക. എന്നാൽ ഇറാൻ ചെയ്തതാകട്ടെ അതായത് ഇറാൻ സൈന്യമാകട്ടെ യുദ്ധക്കളത്തെ ഒരേ സമയം തങ്ങളുടെ പരമാധികാര സംരക്ഷണത്തിനായും പുതിയ ആയുധങ്ങളുടെ പരീക്ഷണശാലയായി ഉപയോഗിച്ചു. എന്തായാലും കേവലം പ്രതിരോധം മാത്രമല്ല, നിരന്തരമായുള്ള ഗവേഷണവും വികസനവും ഇറാന്റെ സൈനിക സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. നിലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഭാവിയിൽ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിഞ്ഞത് ഇറാന്റെ തന്ത്രപരമായ വിജയമാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഡ്രോണുകൾക്ക് പുറമെ സാധാരണ സൈന്യവും IRGCയും ഉപയോഗിക്കുന്ന മിസൈലുകളെ യുദ്ധകാലത്ത് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാൻ അവയുടെ പ്രഹരശേഷിയും കൃത്യമായി ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്താനും ഇറാനെ കൊണ്ട് കഴിഞ്ഞു. പൂർണ്ണമായും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ സംവിധാനങ്ങൾക്ക് പുറമെ തങ്ങളോട് സൗഹൃദം പുലർത്തുന്ന മറ്റ് ശക്തമായ രാജ്യങ്ങളിൽ നിന്നും നൂതന സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതികളും ഇറാൻ ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഇരട്ടതന്ത്രം ഇറാന്റെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് കൂടുതൽ സ്വയം പര്യാപ്തതയും സുരക്ഷിതത്വവും കൈവരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചുവെങ്കിലും സാമ്രാജ്യത്വ ശക്തികളുടെ വാഗ്ദാന ലംഘനങ്ങളെ ഇറാൻ ഇപ്പോഴും കടുത്ത ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഒപ്പുവെച്ച ധാരണാപത്രങ്ങൾ ലംഘിക്കുന്നത് ചരിത്രത്തിലെ ഒരു പുതിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള ഖമേനിയുടെയും മുതിർന്ന ഉപദേഷ്ടാവ് നൽകിയ മുന്നറിയിപ്പ് അതീവ ഗൗരവം ഉണ്ടാകുന്നത്. ഏതായാലും കരാറിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ലംഘിക്കാൻ അമേരിക്ക തുനിഞ്ഞാൽ അതിന് ഇറാൻ നൽകുന്ന മറുപടി മുൻപത്തേക്കാൾ വേഗതയേറിയതും തകർക്കുന്നതുമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.